ഗോയ് കുറുപ്പേ 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 ആ ഇവിടെ തന്നെ ഉണ്ടല്ലേ നമ്മുടെ ചെറിയ നമ്പ്യാരകത്തുണ്ടോ? എന്തിനാ? ഒന്ന് സ്നേഹിക്കാനാ, ഒരു ഉമ്മ കൊടുക്കാൻ. ഗോയ് ആ ഗോവിയേ ഗോവിയേ, നീ അറിഞ്ഞ വിശേഷങ്ങളൊക്കെ? വേലായുധൻ കള്ളും തല്ലും ഒക്കെ നിർത്താൻ പോവാ. വല്യമ്പ്യാര് പറഞ്ഞു നിർത്താൻ. ഇതിന് കേളപ്പേടിന്റെ മോളിലെ ലീല, അവളെ ഞാൻ കെട്ടാൻ പോവാ. പക്ഷെ കെട്ടിന് മുമ്പ് വേലായുധൻ ശ്രീരാമേന്ദ്രനാണ്. എങ്ങനെ? ശ്രീരാമേന്ദ്രൻ. രാമവാദം ചേരും മുമ്പേ മുകുന്ദ രാമപാഹിവാണ്. എനിക്ക് ചെറിയ ഒരു ആശ ബാക്കിയുണ്ട്. നീ ഒന്ന് ഇറങ്ങി വാ വാ. വേലായുധൻ ഇന്ന് തല്ല് നിർത്തുക. അവസാനത്തെ തല്ലിന് അന്തസ്സുള്ളൊരു ശത്രുവിനെ തേടി ഇറങ്ങിയ വേലായുധൻ. ഞാൻ നോക്കുമ്പോ എല്ലാം കൊണ്ടും അർഹനായ പരമയോഗ്യനായ ഒറ്റ എതിരാളിയെ വേലായുധനുള്ളൂ. അത് നീയാ, നീ മാത്രമാ. ഇറങ്ങി വാ, ഇറങ്ങി വാടാ. കാണാണ്ടവരോടെ ഒക്കെ വരാൻ പറ. ലാസ്റ്റ് അടിയാ. ഒന്നുകൂടെ തല്ലാൻ പറയരുത്. പറഞ്ഞേക്കാം. ഇറങ്ങി ഓടാൻ നോക്കണ്ട, എന്തായാലും പറ്റൂല. അത് ഭയങ്കര ക്ഷീണമാവും. ആര് കേറി വരണ്ട, അവിടെ മതി. താഴെ വന്നിട്ട് അടി. കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. അവനിങ്ങോട്ട് കയറി വരിക. ഗോപിയെ എന്നാ തുടങ്ങാല്ലേ? ഈ കാണുന്നതും ഈ കാണിച്ചിട്ടുള്ളതും ഒന്നുമല്ല നീ എന്നെനിക്കറിയാം. ഇപ്പോഴല്ല, മുള്ളൻകൊല്ലിയിൽ നീ വന്നിറങ്ങിയ കാലം മുതലേ അറിയാം. എന്തൊക്കെയായാലും നീ ഇപ്പൊ പുതുശ്ശേരി വീട്ടിലെ അവിടുത്തെ ചോറ് നീ ഉണ്ടതിലും കുറെ അധികം ഉണ്ടിട്ടുള്ളതാ ഞാൻ. ആ ഒരു സ്ഥാനം വേലായുധന്റെ മനസ്സിൽ നിനക്കുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് അടി ഞാൻ അടിക്കുന്നില്ല, നീ എന്നെ അടിക്കണം. അങ്ങനെ പോലും ഫസ്റ്റ് അടി നീ അടിക്കുന്നില്ല, വേണ്ട ഞാൻ അടിച്ചോളാം. പക്ഷെ അങ്ങനെ പൊയ്ക്കളരുത്. അപ്പൊ ഫസ്റ്റ് അടി എറിയുമ്പോൾ അടിക്കുന്നില്ല, ഞാൻ തന്നെ തുടങ്ങണമെന്നാ പറയുന്നത്. ഇതാ മൂപ്പരുടെ ഇഷ്ടം പോലെ ആവട്ടെ. എന്താ? ഹരോ ഹരോ ഹര. കൊള്ളാം. പോവാണ ചെറിയമ്മേ. എല്ലാരും പറയുന്ന നേരാ. അയാളുടെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. അല്ലെങ്കിൽ കവലെ കിടന്ന് അങ്ങനെയൊക്കെ വിളിച്ചു കൂവോ, കെട്ടാൻ പോവാന്നൊക്കെ. എന്റെ രണ്ടു മക്കൾക്കും നീ യോഗം കൊടുത്തില്ലല്ലോ ഈശ്വര. എടീ, അവൻ നല്ലവനാ. ഞാൻ എവിടെയെങ്കിലും വീണ് ചത്തുപോയ അവനെ കാണൂ നിങ്ങളെ നോക്കാൻ. കള്ളുകുടിയും തല്ലും നിർത്തിയ വല്യമ്പ്യാര് പറഞ്ഞതുപോലെ അവനേക്കാൾ യോഗ്യനായ ഒരുത്തനെ ഇവൾക്ക് വേറെ കിട്ടില്ല. എനിക്ക് അയാള് വേണ്ട. അങ്ങനെ ഒരു ഗതി വന്നാ ഞാൻ ചത്തു കളിയുള്ളൂ. എന്നാ പോയി ചത്തോ, അതാ നല്ലത്. എടുത്ത് കുഴിച്ചു മൂടേണ്ട പ്രയാസല്ലേ ഉള്ളൂ. കൂടെ നിന്റെ ചേച്ചിനും കൂടെ കൂട്ടിക്കോ. ചാകുന്നതിന് മുമ്പ് എന്റെ മോള് ഇതും കൂടി കേട്ടോ. ഈ വീടിന്റെ ആധാരം കുറുപ്പിന്റെ പണയപ്പെട്ടിലിരിക്കുക. നിന്റെ ചേച്ചിയുടെ കല്യാണം നടത്താൻ വാങ്ങിയ കടം. അയാള് വന്ന് ഇറക്കി വിടാത്തത് വേലായുധനെ പേടിച്ചിട്ടാ. നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ആ വിഷമം നോക്കേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ചാവാൻ തീരുമാനിച്ചതല്ലേ. പൊയ്ക്കോ, എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ. ആരും ചോദിക്കാനൊന്നുമില്ല. എന്നാലും ഇങ്ങനെ കണ്ണിച്ചോരയില്ലാണ്ടാവരുത്. ഇത്രയും കാലം ഇവിടുത്തെ അറിയത്ത് കിടന്നല്ലേ. ഇറങ്ങി പോകുമ്പോ ഒരു വാക്ക് ശാന്തിയോട് നേരത്തെ പറഞ്ഞാലെന്താ? അതിന് പോവാൻ അങ്ങനെ നേരത്തെ തീരുമാനിച്ചതൊന്നുമല്ല. പിന്നെ ഞാൻ എങ്ങനെയാ പറയുന്നത്? ഇപ്പൊ പോവാൻ ഇപ്പൊ തീരുമാനിച്ചേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെന്താ നീ മനസ്സിലാക്കാത്ത? എനിക്ക് ഈ പുന്നാരൊന്നും കേക്കണ്ട. പൊയ്ക്കോ. പോണ്ടെന്ന് പറയാൻ ഞാൻ അണ്ണന്റെ പെമ്പർന്നൊത്തിയൊന്നും അല്ലല്ലോ. വഴിപഴച്ചു പോയ ഒരു പെണ്ണിനെ സംരക്ഷിക്കുക, അവളെ നേർവഴിക്ക് നടത്തുക, അതൊക്കെ നാട്ടുകാരുടെ കണ്ണിൽ വലിയ തെറ്റാ ശാന്തേ. വേലായുധം വെറും പൊട്ടൻ, അതൊന്നും അന്നേരം അറിയില്ലായിരുന്നു. ഈശ്വര, ഭഗവാനെ രക്ഷിക്കണേ. കണ്ണുള്ള കുഞ്ഞ്
കാട്ടിൽ അമ്മയുണ്ടോ അക്കരക്കുന്നിൽ അച്ഛനുണ്ടോ കണ്ണീർ പുഴവത്തിൽ നിന്നെ തനിച്ചാക്കി പോയതാരാണ് ദൂരെ പോയതാരാണ് മിന്നാമിനുങ്ങി മിന്നിത്തിളങ്ങും നക്ഷത്രലോകമില്ലെങ്കിൽ ഞാൻ അയ്യോ നീയോ നീ എന്തിനാ എവിടെ വന്നിരിക്കുന്നത് ആ കരയാ കാര്യം പറ എടി എന്തിനാ കരയുന്ന എനിക്ക് പേടിയാ. പേടിയുള്ളവരിങ്ങനെ ഇരുട്ടത്തൊന്നും ഒറ്റയ്ക്ക് ഇരിക്കായ്യ അതല്ല, എനിക്ക് പേടിയാ. കല്യാണം കഴിക്കണ്ട. കരയണ്ട. നിനക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം നടത്താൻ ഞാൻ കൂട്ടുവയ്ക്കില്ല. പോരെ? വല്യമ്പേരല്ലേ പറഞ്ഞ സൗകര്യം പറ, ഞാൻ പറഞ്ഞോളാം വല്യമ്പേരോട്. ഇത് പറയാ ഈ രാത്രി ഇങ്ങോട്ട് വരണോ? നേരം വെളുത്തിട്ട് പറഞ്ഞാ പോരെ? അല്ല അതിന് ഞാനിവിടെ ഉണ്ടാവും നിന്നോട് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. പിന്നെ ഞാൻ പുഴയെ ചാടി ചാവാൻ വന്നതാ. ചാവാന്? എന്തിനാ ചാവുന്നേ? പൊട്ടിക്കളി. ചാവാൻ വന്നിരിക്കുന്നു. എന്താ? എനിക്ക് ഇരുട്ട് പേടിയാ. ഇരുട്ട് പേടി, വേലായുധനെ പേടി, ആത്മഹത്യ ചെയ്യാൻ മാത്രം പേടിയില്ല. നടക്കാം, ഞാൻ കൊണ്ടാക്കാം. എന്നാ പിന്നെ നിനക്ക് വീടിനടുത്തുള്ള വല്ല മരത്തിലോ കൊമ്പിലോ കെട്ടിത്തൂങ്ങി ചത്താ പോരെ? ഈ പുഴയെ ചാടി ചാവുന്ന വിദ്യ ആര് പറഞ്ഞു തന്നു? ആരും പറഞ്ഞില്ല. ഇത് ഇങ്ങോട്ടെങ്ങനെ തനിയെ വന്നു? പൊട്ടിക്കാളികൾക്കും പേടിത്തൂറികൾക്കും പറഞ്ഞിട്ടുള്ള പണിയല്ല ആത്മഹത്യ. അതിന് ബുദ്ധിയും ധൈര്യമൊക്കെ വേണം. നിനക്കാണെ അത് രണ്ടുമില്ല. ഇപ്പൊ മനസ്സിലായോ? ചെല്ലേ. പേടിക്കണ്ട, നീ ഉമ്മറത്ത് എത്തിയിട്ടേ ഞാൻ പോവും. ചെല്ലേ. പിന്നെ ഇതൊന്നും വേറെ ആരും അറിയണ്ട. നാണക്കേടാ. നിനക്കല്ല, എനിക്ക്. കേട്ടോ? വയ്ക്കോ. നീ ഇപ്പോ അമ്മതിന്റെ തോണിപ്പുറയിലാ കിടപ്പെന്ന് കേട്ടു. അതെ. പെണ്ണും കെട്ടി അവളെയും കൊണ്ട് അങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഒരു വീട് വെക്കണമെങ്കിൽ കാശൊക്കെ കരുതിയിട്ടുണ്ടോ? കാശൊക്കെ ഉണ്ടാക്കാം. ആ, എന്നിട്ട് എവിടെ വീട് വെക്കാൻ പോകുന്നത്? അത് ഈ പറമ്പിൽ പറ്റുമോ? പറ്റുമെങ്കിലേ എത്രാന്ന് വെച്ചാൽ എടുത്ത് വളച്ചൊരു വേര് കെട്ടി പണി ഉണയ്ക്കോ. പുതുശ്ശേരി ഉമ്മറത്തിരുന്ന് നോക്കിയാൽ എനിക്ക് കാണാൻ പാകത്തിൽ വേണം നിന്റെ വീട്. എന്താടോ? വല്യമ്പ്യാരെ, ലീലയ്ക്ക് യോഗ്യനായ വേറൊരാളെ കണ്ടുപിടിച്ചാ പോലെ. വല്യമ്പ്യാര് വിചാരിച്ചാൽ നടക്കും. എന്നെ അവൾക്ക് ഇഷ്ടാവില്ല എന്ന് അവള് പറഞ്ഞോ? അത് പറഞ്ഞില്ല. എന്നാലും ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമായിക്കോളും. നീ ഞാൻ പറയും പോലെ കേട്ടാ മതി. മനസ്സിലായോ? ചായ വെള്ളം എന്തേലും വേണ്ട, ഒരു പിന്നമ്പുറത്തേക്ക് ചെല്ലേ. എന്താ അവിടെ പറമ്പിലൊരു കൂടിക്കാഴ്ച വേലായുധനുമായിട്ട്? വേലായുധത്തിന് വീട് വെക്കാൻ സ്ഥലം കൊടുക്കുക. വാഴത്തോപ്പിൽ എത്ര ജോലിക്കാരുണ്ട് ഗോപി? 17. ആ, നീ എനിക്ക് ഊണ് കഴിച്ചിട്ട് പോ. എന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് നീ ആ പറമ്പിൽ വീടും കെട്ടി പെണ്ണും പെടക്കോഴിയായിട്ട് താമസിക്കുമല്ലേ? എടോ, നാട്ടുകാരെ പേടിപ്പിക്കുന്ന ഒരു കത്തി തന്റെ കയ്യിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നെഞ്ചത്ത് കുത്തിയാൽ പുറം തുളച്ചു വരുന്ന ജാതി ഒരു കത്തി. എനിക്കതൊന്ന് കാണണം. ഇതാണോ? എടോ, ഇത് അടയ്ക്ക ചുരുണ്ടാൻ പോലും ഇല്ലല്ലോ. പൂജിച്ച് തരണ്ട്.
നിന്റെ കൈ തരിക്കാതിരിക്കാനാ. നീ ആരെയും തല്ലില്ല, കുടിക്കില്ല എന്ന് സുബ്രഹ്മണ്യൻ സാക്ഷിയായി ലീലയ്ക്ക് വാക്ക് കൊടുക്കുക. ഇങ്ങ് അടുത്ത് വാ മോളെ. ആരാരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ദൈവമാണ്. ഇവന് നല്ല ബുദ്ധി കൊടുക്കാൻ പ്രാർത്ഥിക്കുക. ഇതവന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുക. ആ കൈ നീട്ടിക്കൊടുക്കടോ. വേലായുധന് അച്ഛനും അമ്മയൊന്നുമില്ല. വേലായുധന്റെ വാക്ക് വേലായുധന്റെ ദൈവ. തെറ്റി നടക്കില്ല. കെട്ടിക്കോ. ഇപ്പൊ തൊട്ട് വേലായുധന് വ്രതം. വല്യമ്പ്യാർക്ക് വേലായുധം കൊടുക്കുന്ന വാക്ക് കുടിക്കില്ല, ആരെയും തല്ലില്ല. ഈ വ്രതം തെറ്റേണ്ടി വന്നാൽ, ആരെയെങ്കിലും ഇനി തല്ലേണ്ടി വന്നാൽ, പിന്നെ വേലായുധം നിങ്ങളുടെ ആരുടെ മുന്നിൽ വരില്ല. ഈ മുള്ളംകൊല്ലി വിട്ട് എങ്ങോട്ടെങ്കിലും പോകും.